ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ഓരോന്നും ഓർത്തവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അഞ്ജലി കയറി ചെല്ലാണ്. വിവാഹം ഓർപ്പിച്ചതിൻ്റെ ഒരു സന്തോഷവും ആ കുട്ടിക്കില്ല കുഞ്ഞ. എന്തോ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ട് എന്ന് പറയുകയാണേ. എന്ത് പ്രശ്നം? എന്നിട്ട് ചേച്ചി അവളോട് അതൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ അവൾ അതിനെപ്പറ്റി ഒരു മറുപടിയും പറഞ്ഞില്ല. അവൾക്ക് ആ ബന്ധത്തിന് ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയണേ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അങ്ങനെ ചേച്ചിക്ക് തോന്നിയതായിരിക്കും. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ബന്ധത്തിന് സമ്മതിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ചിലപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും. അവളുടെ മുഖം കണ്ടിട്ട് ചെക്കനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നേ എന്ന് അഞ്ജലി പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾക്ക് നേരത്തെ അറിയുന്ന ചെക്കനല്ലേ, അവർക്ക് തമ്മിൽ ഇഷ്ടമായിരിക്കും എന്ന് പറയാൻ കേട്ടോ അശ്വിൻ. അവൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് എന്നോട് ഷെയർ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചിയോട് അതേപറ്റി പറയാൻ അവൾക്ക് താല്പര്യമില്ല എന്നല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഏതായാലും അത് വിട്ടേക്കാം, അല്ലെങ്കിൽ എന്തിനാ ശ്രുതിയെക്കുറിച്ച് ഹൃദയ തലവേദനിപ്പിക്കുന്നത്, ആ കാര്യം നമുക്കങ്ങ് വിടാം എന്ന് പറയണേ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി അവളുടെ കാര്യം പറഞ്ഞ് എൻ്റെ മൂഡ് കൂടി കളഞ്ഞു, എങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കാം കുഞ്ഞ. കുറച്ച് നേരം കൂടി എനിക്ക് കുഞ്ഞനോട് സംസാരിക്കേണ്ടി വന്നാൽ കുഞ്ഞൻ്റെ തലവേദന കൂടുകയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാം വന്നിട്ട് ചെവിയിൽ ശ്രുതി എന്ന് വിളിക്കുകയാണ് കേട്ടോ. ശ്രുതി അങ്ങ് പേടിച്ച് എണീറ്റ് നിൽക്കുകയാണേ. എന്താ പേടിച്ചു പോയോ? നമ്മുടെ വിവാഹത്തിനെടുത്ത ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടില്ലേ, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി എന്ന് പറയണേ. എന്നിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ട് എൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് പറഞ്ഞിട്ട് കെട്ടി കൊടുക്കുന്നുണ്ടേ. ശ്രുതിക്ക് വല്ലാത്തൊരു എന്തോ ഒരു പോലെയാണ് കേട്ടോ തോന്നുന്നത്. അല്ല ശ്രുതി, നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല സാർ, എനിക്കറിയാം ഈ തിരക്കിനിടയിൽ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താ ശ്രുതി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമുക്ക് നാളെ ഒന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? അല്ല, എനിക്ക് ശ്രുതിയോട് കുറച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട്. ശ്രുതിക്ക് ഇങ്ങോട്ടും ആവാ. വിവാഹത്തിന് മുൻപേ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മനസ്സിന് വല്ലാത്തൊരു റിലാക്സേഷൻ ആവും. എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ സർ. എങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് നേരത്തെ ഇറങ്ങാൻ നോക്കൂ, എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാം അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ആ ബ്രേസ്ലെറ്റ് നോക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. ആ സമയം തന്നെ അശ്വിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അശ്വിൻ വിരലിൽ മോതിരം ഇടുമ്പോൾ അത് വലിച്ചെടുക്കുന്നത്. തുടർന്ന് അശ്വിനാണെങ്കിലും ശ്രുതിയുടെ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ലാവണ്യ വന്നിട്ട് തോളിൽ പിടിച്ച് ഹലോ സാർ എന്ന് പറയുമ്പോൾ തോളിൽ നിന്ന് കൈയെടുത്ത് മാറ്റാണ് കേട്ടോ നമ്മുടെ സാർ. ഞാനേ ഭയങ്കര എക്സൈറ്റഡ് ആണേ. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ എങ്ങോട്ടാ ഹണിമൂൺ പോകുന്നത് എന്നുള്ള അച്ഛനും അമ്മയും ലണ്ടനിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ എബ്രോഡ് ഇഷ്ടമല്ല. നമുക്ക് നാട്ടിലെവിടെയെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്താൽ പോരെ, അങ്ങനെ പോരെ സാർ എന്ന് ചോദിക്കുമ്പോൾ അശ്വിനതൊന്നും കേൾക്കുന്നേ ഇല്ല കേട്ടോ. തികച്ചും കുന്നുകളും മലകളും പുഴകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാഗ്രഹം. എന്താ സാർ, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊന്നും നമ്മുടെ അശ്വിൻ അത് കേൾക്കുന്നേ ഇല്ല കേട്ടോ. നിനക്ക് ആഗ്രഹമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം എന്ന് പറയാം കേട്ടോ. എന്താ അശ്വിൻ സായിറാം, താങ്കൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്താ ലാവണ്യ, എന്താ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല അല്ലേ? സാർ ഇവിടെ ഒന്നും അല്ല എന്ന് തോന്നുന്നു, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ലാവണ്യ അങ്ങ് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ അഞ്ജലി സാരികൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അശ്വിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട് ലാവണ്യനോട് ചോദിക്കുന്നുണ്ട് ഏത് സാരി ഉടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്ന് പറയുമ്പോൾ, അതിലെന്തിനാ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്നത്, ചേച്ചിക്ക് ഡാർക്ക് ഷെയ്ഡാണ് ചേരുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യ് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ടന് ലൈറ്റ് ഷെയ്ഡാണ് ഇഷ്ടം, അപ്പം അങ്ങനെയുള്ളൊരു സാരി ഉടുക്കാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അഞ്ജലി. ആ സമയം നമ്മുടെ ശ്രുതി വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ ശ്രുതി വന്നെന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് തുറന്നു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ലാവണ്യ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ശ്രുതി ആ ബ്രേസ്ലെറ്റ് നോക്കി നിൽക്കണേ. ആ സമയം തന്നെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കോൾ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയെ കാണാണ് കേട്ടോ. അപ്പോൾ ലാവണ്യ വാതിൽ തുറന്നിട്ട്, ശ്രുതി നീ വന്നോ, നീ ഒന്ന് വേഗം വന്നേ, അഞ്ജലി ചേച്ചി അവിടെ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക, നീ ഒന്ന് പോയി ആ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കുക ശ്രുതി എന്ന് പറയാൻ കേട്ടോ. അഞ്ജലിക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു റെഡ് സാരി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതി നീ കൊള്ളാലോ, വിചാരിച്ച സാരി തന്നെയാണ് നീ എടുത്ത് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അത് കൊണ്ട് പോവാൻ നിൽക്കുമ്പോൾ അഞ്ജലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണേ. ശ്രുതി നീ അതൊന്ന് എടുക്കോ,
ഇപ്പോൾ വന്നേക്കാന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി എടുക്കുമ്പോൾ ഹലോ എന്ന് വിളിച്ചതും നമ്മുടെ ശ്യാം സോറി രാജകുമാരി, ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും വരും എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ കേട്ട് പരിചയമുള്ള ശബ്ദം പോലെ തോന്നിയിട്ട് ഹലോ ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാം ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എവിടെയോ കേട്ട് മറന്ന ശബ്ദം പോലെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും അവിടെ അഞ്ജലി എത്തുന്നു. അഞ്ജലി ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചതെന്ന കാര്യം. അതറിയില്ല മാഡം, അത് കട്ടായി പോയി എന്ന് പറയാം കേട്ടോ. അത് ചിലപ്പോൾ ശ്യാമേട്ടനാവും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ മേടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് സാരിയിൽ കൊളുത്തി താഴോട്ട് വീഴുന്നുണ്ട്. അത് നമ്മുടെ അശ്വിൻ കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതിയെ പോലെ തന്നെ അശ്വിനും ആ ബ്രേസ്ലെറ്റ് എടുക്കുകയാണ് കേട്ടോ ഒരുമിച്ച്. എന്നിട്ട് അശ്വിൻ അത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് തൂക്കി നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ട് എന്നിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ഫിയാൻസി എന്നാണല്ലേ? ഇത്രയും വെയിറ്റ് കുറഞ്ഞ ബ്രേസ്ലെറ്റ് നിനക്ക് തരാൻ അയാൾ അത്ര ദരിദ്രനാണോ? ഇത് നിന്റെ കൈക്ക് ഒട്ടും ഇണങ്ങുന്നില്ല കേട്ടോ. ഫിയാൻസി നീ വിചാരിച്ചത്ര റിച്ച് അല്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര ചീപ്പായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ നിനക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ. മിസ്റ്റർ അശ്വിൻ സായിറാം, നിങ്ങൾ വിചാരിച്ചത്ര ദരിദ്രനൊന്നുമല്ല എൻ്റെ ഭാവി വരൻ. അയാളുടെ സമ്പത്ത് നോക്കിയിട്ടല്ല അയാൾ പണക്കാരനാണോ ദരിദ്രനാണെന്നോ തീരുമാനിക്കുന്നത്. പണത്തെക്കാൾ മൂല്യമുള്ള മറ്റു പലതിനെയും വച്ച് ജീവിതത്തെ അളക്കുമ്പോൾ അശ്വിൻ സായിറാമിനെക്കാളും ധനികരായ പലരും ഈ ഭൂമിയിലുണ്ട്. അതിലൊരാളാണ് എൻ്റെ ഭാവി വരാൻ ഞങ്ങൾ കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അപ്പോൾ നീ ഈ ബന്ധത്തിൽ സന്തോഷിതയാണെന്നാണോ? എന്നിട്ട് ആ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് എൻ്റെ മുഖത്ത് എഴുതി ഒട്ടിച്ച് വെച്ച് നടക്കാൻ ഞാൻ അത്തരക്കാരിയല്ല. അതല്ല, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാണ് അളക്കുന്നതെങ്കിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇത്രയും വലിയ കോടീശ്വരനായ നിങ്ങളുടെ മുഖത്ത് സമ്പത്തിൻ്റെ അത്രയും സന്തോഷം കാണുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? എൻ്റെ മുൻപിൽ നിങ്ങൾ വളരെ സന്തോഷമുള്ള ഒരാളാണെന്ന് അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങൾ അത്ര വലിയ നടനൊന്നുമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങ് ചീളി പോവാണ് കേട്ടോ. എടി, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് കൽപ്പിക്കാൻ നിനക്ക് ആരടി അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാമേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിക്കുഞ്ഞിനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ. അശ്വിനാണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണേ.